ഹേ ഗായ്സ്, വെൽക്കം ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലെ നല്ല ക്രീമി ടെക്സ്ചറിൽ ദാൽ മഖനിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടല്ലോ കേട്ടോ. വരൂ, നമുക്ക് ഈ ഒരു ദാൽ മഖനി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ദാൽ മഖനി തയ്യാറാക്കാനായിട്ട് ഇഡ്ഡലി മാവ് തയ്യാറാക്കുമ്പോൾ ഉപയോഗിക്കുന്ന നമ്മുടെ ഉഴുന്ന് പരിപ്പാണ് യൂസ് ചെയ്യുന്നത്. അത് തൊണ്ട് സഹിതമുള്ള ഉഴുന്ന് പരിപ്പാണ് നമ്മൾ എടുക്കേണ്ടത്. കൂട്ടത്തിൽ രാജ്മയും കൂടെ നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 1 കപ്പ് ഉഴുന്ന് പരിപ്പും തൊണ്ട് സഹിതമുള്ള ഉഴുന്ന് പരിപ്പും 1/4 കപ്പ് രാജ്മയും കൂടെ തലേദിവസം രാത്രിയിൽ തന്നെ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് കുതിർത്ത് ആ ഒരു രാജ്മ എല്ലാം നന്നായിട്ട് വികർത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഉഴുന്ന് പരിപ്പും ഈ വകയെല്ലാം നന്നായിട്ട് ഞെരടി നന്നായിട്ട് ആ ഒരു വെള്ളം തെളിഞ്ഞു വരുന്ന ആ ഒരു സ്റ്റേജ് വരെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. വെള്ളം നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. തൊണ്ട് അധികം റിമൂവ് ആയിട്ടില്ല, എന്നാൽ ഏകദേശം റിമൂവ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ കഴുകി വാഷ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് കുക്കറിലോട്ട് ചേർത്തതിന് ശേഷം ഇതിലോട്ട് ഞാനിവിടെ 3 ഗ്ലാസ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. പരിപ്പ് നമ്മൾ കൈ ഡിപ്പ് ചെയ്യുമ്പം വെള്ളം ഇത്തിരി അത് പരിപ്പിൻ്റെ ശകലം ലെവൽ മുകളിൽ വരുന്ന രീതിയിലാണ് നമ്മൾ വെള്ളം ചേർക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് ഒരു 5-6 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. കൂട്ടത്തിൽ ഒരു പട്ട ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഒരു 2 ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ വക ചേർത്തതിന് ശേഷം ഒരു 2 ബേ ലീവ്സും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ദാൽ മഖനിയുടെ ഒരു മെയിൻ ഐറ്റമാണ് ബട്ടർ. അതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂണ് ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യമനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ലിഡിറ്റ് ക്ലോസ് ചെയ്ത് ഒരു 5-6 വിസിൽ വരുന്നിടം വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് തക്കാളിയാണ് കേട്ടോ. ഞാനിവിടെ ഒരു 5 തക്കാളി എടുത്തിട്ടുണ്ട്. മീഡിയം സൈസിൽ നല്ല പഴുത്ത തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കാം കേട്ടോ. മേൽഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ആവശ്യമനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. കൂട്ടത്തിൽ തന്നെ ഒരു 2 കാശ്മീരി മുളകും കൂടെ ചേർക്കുന്നുണ്ട്. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ഇത് നന്നായിട്ടൊന്ന് കുക്ക് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അതായത് ആ ഒരു തക്കാളിയുടെ തൊണ്ട് റിമൂവ് ആവുന്നിടം വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു മിക്സി ജാർ എടുക്കാം. അതിലോട്ട് ഒരു 5-8 വെളുത്തുള്ളി, ഒരു കുഞ്ഞ് പീസ് ഇഞ്ചി, ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ലിഡിറ്റ് ക്ലോസ് ചെയ്ത് ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ നോക്കിക്കോളൂ, നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മുടെ ഈ ഒരു തക്കാളിക്ക് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. വെന്തതിന് ശേഷം നന്നായിട്ടൊന്ന് തണുത്തും കിട്ടിയിട്ടുണ്ട്. ഞാൻ ആ മുളക് എടുക്കുന്നുണ്ട്. മുളക് എടുത്തതിന് ശേഷം അതിൻ്റെ ആ ഒരു നെടുപ്പ് എടുത്ത് റിമൂവ് ചെയ്യുന്നുണ്ട്. കൂട്ടത്തിൽ തന്നെ നമ്മുടെ തക്കാളിയും കൂടെ എടുത്ത് അതിൻ്റെ ആ ഒരു തക്കാളിയുടെ തൊണ്ടും കൂടെ നമുക്കൊന്ന് റിമൂവ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് തക്കാളിക്ക് ഒന്ന് ക്യൂബ്സ് ആക്കി നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ശേഷം നമുക്കൊരു മിക്സി ജാറിലോട്ട് ചേർത്ത് ലിഡിറ്റ് ക്ലോസ് ചെയ്ത് ഒരു ഫൈൻ പേസ്റ്റ് ആക്കി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നോക്കിക്കോളൂ, നല്ല ഫൈൻ പേസ്റ്റ് ആക്കി നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി നമ്മുടെ ഈ ഒരു ദാൽ മഖനി നല്ല ക്രീമി ടെക്സ്ചർ ആവാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പാലെടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന പാലായിരുന്നു. അപ്പം നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചത്. അതിൻ്റെ മേൾ ഭാഗത്ത് ആ ഒരു പാട ഞാനൊരു ആവശ്യമനുസരിച്ച് അത് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് ഒരു 4-5 ടേബിൾ സ്പൂണ് പാലും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല ക്രീമി ടെക്സ്ചർ ആയതിനു ശേഷം നമുക്ക് ലിഡിറ്റ് ക്ലോസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം കേട്ടോ. ശേഷം നമ്മുടെ കുക്കറിലെ ആ ഒരു പരിപ്പും രാജ്മയും കൂടെ വെന്തോ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നോക്കിക്കോളൂ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് നന്നായിട്ട് കുക്കായി റെഡി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ബേ ലീവ്സും ആ ഒരു പട്ടയും എല്ലാം നമുക്കൊന്ന് മാറ്റിയെടുക്കാം. ബേ ലീവ്സും പട്ടയും എല്ലാം ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു പരിപ്പും രാജ്മ എല്ലാം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. നമ്മുടെ പൊട്ടറ്റോ സ്മാഷറോ അല്ലെങ്കിൽ തവി വെച്ച് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുത്തോളൂ കേട്ടോ. ശേഷം ഒരു കടായിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ, 2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ബട്ടറാണ് കേട്ടോ. അപ്പോൾ ബട്ടർ ചേർക്കാണ്ട് ഇരിക്കില്ല കേട്ടോ. അപ്പോൾ ബട്ടറും ഓയിലും ഒന്ന് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയതിന് ശേഷം ഇതിലോട്ട് 1 ടീസ്പൂൺ ജീരകവും പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. കൂട്ടത്തിൽ 1 ടേബിൾ സ്പൂൺ നമ്മുടെ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ആ കൂട്ടത്തിൽ തന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എരിവ് അധികം താല്പര്യമുണ്ടെങ്കിൽ കൂട്ടത്തിൽ ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടിയും കൂടി ചേർത്തോളൂ കേട്ടോ. എരിവുള്ളത് മുളക് പൊടി ചേർത്തോളൂ. ഇനി നമുക്ക് ഈ വക ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ആ ഒരു മസാലക്കൂട്ടിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നിടം വരെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകിൻ്റെ പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഇനി നമുക്കിതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ടൊമാറ്റോ പ്യൂരി നമുക്കിതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ വക ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ ഒരു എണ്ണ എല്ലാം തെളിഞ്ഞ് വരുന്ന ആ ഒരു സ്റ്റേജ് ആവുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് നല്ലൊരു കളറും നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു തക്കാളി നന്നായിട്ടൊന്ന് കുക്കായി ആ ഒരു എണ്ണ തെളിയുന്നിടം വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ.
അപ്പോൾ ഇതാ ഓയിലെല്ലാം നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നന്നായിട്ട് സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പരിപ്പ് നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊരു മീഡിയം ടു ലോ ഫ്ലെയിം വെച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുത്തോളൂ കേട്ടോ. അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് കുക്കായതിനു ശേഷം ഇതിലോട്ട് 1 ടീസ്പൂണ് കസ്തൂരി മേത്തി ക്രഷ് ചെയ്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ പാലിൻ്റെ മിക്സറത്ത് നമുക്കെടുത്ത് അതിൻ്റെ മേൽഭാഗം പാട വരുന്ന രീതിയിൽ നമുക്ക് ഇതുപോലെ ക്രീം കിട്ടുന്നതായിരിക്കും. ആ ഒരു ക്രീം മാറ്റി കൊടുക്കാം ഡെക്കറേഷന്. ശേഷം നമുക്ക് ആ ഒരു പാലിൻ്റെ മിക്സറം ഈ ഒരു മഖനിലോട്ട് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ദാൽ മഖനി റെഡിയാണ്. ഒരു സർവിങ് ബൗളിലോട്ട് നമുക്കിത് സെർവ് ചെയ്ത് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ദാൽ മഖനി. നമുക്ക് നാനിൻ്റെ കൂടെ ചപ്പാത്തി, പൂരി എന്തിൻ്റെ ഒപ്പം വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാം കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഞാൻ ഇവിടെ ഡെക്കറേഷന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ക്രീമി ടെക്സ്ചർ നമുക്ക് ഇതിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് ഡെക്കറേഷന് വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു നമ്മുടെ ദാൽ മഖനി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. അടിപൊളി റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെ ഒരു ദാൽ മഖനിയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. നമ്മുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ഫോളോയിങ്ങൾ ചെയ്ത് നമ്മൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്ത നല്ലൊരു റെസിപ്പി കൊണ്ട് വരുന്നതിന് വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ.